ഈ കാണുന്ന ബാഗിലാണ് മോൻ പാല് കൊണ്ടുപോണേ. ഇവിടെ തൊണ്ട് ഇതാ ഈ കാണുന്നതാണ്. അപ്പൊ ഒരു മാസം ഒരു 15,000 രൂപ ലാഭിക്കാം. അത് ലാഭല്ലേ? ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പശുവിനെ വളർത്തിയാണോ? വെറും 18-ാമത്തെ വയസ്സിൽ പ്രൊഫഷണൽ ആയിട്ട് പശു വളർത്തൽ ആരംഭിച്ചു. പിന്നീട് അത് ബിസിനസ് ആക്കി മാറ്റിയ ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മളിത് കാണാൻ പോകുന്നത്. അപ്പൊ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൂർക്കഞ്ചേരി എന്ന സ്ഥലത്ത് അമൽ എന്ന ചെറുപ്പക്കാരന്റെ പശു ഫാമിലാണ്. തന്റെ 18-ാമത്തെ വയസ്സിൽ അച്ഛന് വയ്യാതായപ്പോൾ കുടുംബത്തിന് ചുമതല ഏറ്റെടുക്കേണ്ടി വന്ന അമൽ തന്റെ പ്രൊഫഷനായി സ്വീകരിച്ചത് പശു വളർത്തലാണ്. ഈ പശു വളർത്തൽ വളരെ വിജയകരമാണ് അമലിന്. അപ്പൊ ഇതിന്റെ കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകട്ടെ. നമസ്കാരം, പേര് പറയാവോ? പേര് അമൽ. ഓക്കെ, നമ്മുടെ ഈ സ്ഥലം പറയോ? ഇത് കുറുക്കഞ്ചേരിയില് വടൂക്കര. എന്തുകൊണ്ടാണ് ഈ പശു ഫാമിലേക്ക് അമൽ ഇറങ്ങിയത്? പശു ഫാമിലേക്ക് ചെറുപ്പം മുതൽ താല്പര്യമുണ്ട്. പിന്നെ പഠിപ്പ് കഴിഞ്ഞോടുകൂടി അച്ഛന് വയ്യാണ്ടായി, സ്ട്രോക്ക് വന്നു, സൈഡ് തളർന്നു. അപ്പൊ പിന്നെ നോക്കിയപ്പോ പുറത്ത് പോയി കഴിഞ്ഞാ പിന്നെ ആളെ നോക്കാനും അമ്മയെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലായിരുന്നു. അപ്പൊ പിന്നെ വീട്ടില് 2 പശു 3 പശു ഉണ്ടായിരുന്നു. അതിനെ നോക്കി അങ്ങനെ. എത്ര വരെ പഠിച്ചിട്ടുണ്ട് അമല്? ഞാൻ ഡിപ്ലോമ. അപ്പം എക്സാമിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു അത്? അച്ഛന് വയ്യാണ്ടായി, അച്ഛന് സ്ട്രോക്ക് പ്രഷർ വന്നതായിരുന്നു. അപ്പൊ പിന്നെ വേറെ ജോലിക്ക് പോകാൻ പറ്റിയില്ല. വേറെ ജോലിക്ക്. അപ്പൊ അന്നേരം പശു ഉണ്ടായിരുന്നു? വീട്ടില് 2 പശു 3 പശു ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ നോക്കാറൊക്കെയുണ്ട്. പിന്നെ നോക്കിയപ്പോ ആൾക്ക് പോയാണ്ടായി, പിന്നെ തീരെ പറ്റാണ്ടായിരുന്നു. അപ്പൊ പിന്നെ വേറെ ജോലിക്ക് പോയി ആളിൽ നോക്കാൻ പറ്റില്ല. അമ്മയെ കൊണ്ട് പറ്റാത്ത പിന്നെ ഇതിൽ തിരിഞ്ഞു. അങ്ങനെ പിന്നെ പശു എണ്ണ കൂട്ടി. അതെ അതെ. അപ്പൊ ഏക വരുമാനം പശു ആയിരുന്നല്ലേ? അപ്പൊ പശു തന്നെയാണ്. ആ സമയത്ത് എന്തോരം നമ്മൾ 2 പശുവിന് കിട്ടുമായിരുന്നു? അതൊരു 1000-ന്റെ അടുത്തൊക്കെ. 1000-ന്റെ അത്ര ഉള്ളായിരുന്നു ഒരു ദിവസം? ഓക്കെ. അപ്പൊ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെലവ് കഴിഞ്ഞിട്ട് കിട്ടാറുണ്ട്. അതിനുശേഷം അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് പിന്നെ ഒരു പശു വാങ്ങിച്ചത്. അങ്ങനെയാണോ? അങ്ങനെ. പിന്നെ സഹായം ഉണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ ഒരു പെങ്ങളുണ്ട് ഇവിടെ, അമ്മായി, പിന്നെ ഇവരൊക്കെ സഹായം. അപ്പൊ അവരൊക്കെ തരും. അപ്പൊ ഞാൻ പശുവിനെ ഇങ്ങനെ ഓരോന്ന് മേടിക്കും. അത് കഴിഞ്ഞ് അതിന്റെ പാല് കൊടുത്തിട്ട് ഇങ്ങനെ കട വീട്ടി അങ്ങനെ തന്നെ കുട്ടി കൊണ്ടുവന്നു. ഇപ്പൊ എത്ര പശുക്കളുണ്ട്? ഇപ്പൊ 10 പശു ഉണ്ട്. എരുമ, മൂരിയുണ്ട്. ആട് കണക്കിട്ടുണ്ട്. അപ്പൊ വീടിനോട് ചേർന്നല്ലേ പശുക്കളെ 3 എണ്ണം വളർത്തിയേ? വീടിനോട് ചേർന്ന്. പിന്നെ എപ്പോഴും ഇങ്ങോട്ടേക്ക് മാറ്റിയേ? വീട്ടില് സ്ഥലം കുറവാണ്, 5 സെന്റ് ഉള്ളായിരുന്നു. അവിടെ പിന്നെ വെള്ളം പോലെ സൗകര്യം ഇല്ലാത്തായിരുന്നു. മൊത്തത്തിൽ അയൽവക്കായിട്ട് പ്രശ്നമായിരുന്നു. മണം അങ്ങനത്തതൊക്കെ വന്നു. പിന്നെ നോക്കുമ്പോ കൂടുതൽ ആക്കാതെ വെച്ചപ്പോ സ്ഥലം നമുക്ക് കിട്ടാണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇവിടത്തെ ഇത് കിട്ടിയത്. ഈ ചെറു പ്രായത്തിൽ ഇത്ര ഒറ്റയ്ക്കല്ലേ ഇപ്പൊ നടത്തുന്നേ? എങ്ങനെ ഇത് സാധിക്കുന്നു? അത് നമുക്ക് അവരോടുള്ളൊരു ഇഷ്ടം. പിന്നെ നോക്കുമ്പോ വേറെ പുറത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നിൽക്കാനും അതിനുള്ള സമയം കിട്ടില്ലല്ലോ. പിന്നെ അവര് പറയുന്നതൊക്കെ കേൾക്കണം, ചീത്ത പറയാച്ചത് കേൾക്കണം. അപ്പൊ അത് കാരണം നമുക്കത് താല്പര്യമായിട്ട് തോന്നിയില്ല. ഇതിപ്പോ നമ്മുടെ സ്വന്തം തൊഴിലല്ലേ? സ്വന്തമാണ്. നമുക്ക് വേറെ കുറച്ചേരം ഇരിക്കണമെങ്കിൽ ഇരിക്കാം, അങ്ങനെ ചെയ്യാലോ. അപ്പൊ പിന്നെ അതാണ് ഇതിലേക്ക് മെയിനായിട്ട് തിരിയാൻ കാരണം. ഈ കാണുന്ന ലാൻഡ് സ്വന്തമാണോ അതോ വേറെ ആരുടെയാണ്? ഇത് സ്വന്തമല്ല, ഇത് വേറെ ചേട്ടൻ്റെയാണ്. നമ്മള് വാടകയ്ക്ക് എടുത്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ വാടക നമുക്ക് എത്ര വരും? വാടക ഒരു 7000. പിന്നെ ഞാനിപ്പോ ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പശുവിനെ വളർത്തിയാണോ? പശുവിനെ വളർത്തി. പിന്നെ കുറച്ച് ലോൺ ഒക്കെ ആയിട്ട് ഉള്ളതൊക്കെ കൂട്ടിയിട്ട് മേടിച്ചു. എന്താച്ചാ അതിന് സ്വന്തം സ്ഥലത്ത് തുടങ്ങാം എന്നൊരാഗ്രഹം. അതെ അതെ. ഇവര് ഇവിടുന്ന് എപ്പോഴും മാറുന്നു പറഞ്ഞാൽ നമ്മളത് നമ്മൾ അന്വേഷിക്കണ്ടേ? ഇതാകുമ്പോ നമുക്ക് അടുത്തായിട്ട് കിട്ടും ചെയ്തു. തൊട്ടടുത്താണ് സ്ഥലം വാങ്ങിച്ചേക്കണേ? ഇതിന്റെ അപ്പുറത്താണ്. അവിടെ സൗകര്യം പാടത്ത് വിടാനുള്ള സൗകര്യം എല്ലാതും. അപ്പൊ പിന്നെ അങ്ങനെ അത് മേടിച്ചു. അടിപൊളി. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിക്ക് ഫാം തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. അത് നമ്മളിപ്പോ തുടങ്ങിയല്ലോ. സ്വന്തം സ്ഥലത്തായിരുന്നു ആഗ്രഹം, അന്ന് അതിനുള്ള ഇതുണ്ടായിരുന്നില്ല. അപ്പൊ ഈ പശു ഫാമിലേക്ക് ഇറങ്ങിയപ്പോ പലരും പറഞ്ഞോ ഇതിലേക്ക് ഇറങ്ങിയത് ജീവിതം പോകുന്നൊക്കെ പറഞ്ഞോ? അത് കൊറേ പേര് പറഞ്ഞിട്ടൊക്കെ. കാരണം ഇത്രയും ചെറു പ്രായമല്ലേ ഈ പശുവിന്റെ കൂടെ നടന്ന് ജോലിക്ക് വല്ലതും പോവാ, ഓഫീസിൽ ഇരിക്കുന്ന ജോലി തരാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നമുക്ക് അതൊന്നും നോക്കിയില്ല. ഇതാകുമ്പോ നമ്മുടെ സ്വന്തമാണല്ലോ, ആരുടെ അടുത്തും നമുക്ക് പറയുന്നത് കേൾക്കണ്ട, ഇത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്നതൊക്കെ നമ്മൾ കേൾക്കും വേണം.
അപ്പൊ പിന്നെ ഞാനത് നോക്കിയില്ല. കുറെ പേര് പറയുന്നുണ്ട്, ബന്ധുക്കളൊക്കെ കുറെ പറഞ്ഞിരുന്നു ഇതൊക്കെ നിർത്തിയിട്ട് വല്ല ജോലിക്ക് പോകാൻ നോക്കുന്നു. ഇതിപ്പോ അപ്പച്ചനെ നോക്കുകയും ചെയ്യാ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്വന്തം ജോലി വരുമാനം ചെയ്തു. ഈ വരുമാനം എന്ന് പറഞ്ഞ ഓഫീസ് ജോലിനേക്കാളും കൂടുതൽ വരുമാനം ഇതിന് കിട്ടുന്നുണ്ടോ? അതൊക്കെ ഉണ്ട്. നമുക്കിപ്പോ ഓഫീസ് ജോലി പോയപ്പം 30,000 അല്ലെങ്കിൽ 20,000 മാക്സിമം അത്രേ വരുള്ളൂ. അപ്പൊ 30,000 കൂടുതൽ വാങ്ങിക്കുന്നുണ്ട് ഇവിടെ അല്ലേ? അതുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഈ ചെലവൊക്കെ മാനേജ് ചെയ്യുന്നത്? ശരിക്കും ചെലവ് കുറഞ്ഞ ചെലവാണ് എല്ലാതും നോക്കാറ്. അതെ, കുറഞ്ഞ ചെലവ് കൂടുതൽ മൂല്യം. അപ്പോ നമുക്ക് പെല്ലറ്റിനുള്ളതാണ് കൂടുതൽ ചെലവ് വരുന്നുള്ളൂ. ബാക്കി നമുക്കിങ്ങനെ ഇവിടെ കപ്പലിന്റെ കാണിച്ചു തരാം. വാ, ഇവിടെ തീറ്റയുടെ കാര്യത്തിൽ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ടല്ലേ? ഇല്ലേ, ഇതാണ് കപ്പലണ്ടി. ഇവിടെ തൊണ്ട് ഇതാ ഈ കാണുന്നതാണ്. ഇതിപ്പോ എത്ര നാളെ കൊടുക്കാന്ന് കേട്ട് ശരിക്കും? ഇതിപ്പോ ഒരു 2 കൊല്ലൊക്കെ മേലെയുണ്ട്. അതെയോ? എന്നിട്ട് ഇത് കൊടുക്കുമ്പോ എന്താ ഗുണമായിട്ട് തോന്നുന്നേ? ഇത് നമുക്ക് ഈ പൊടികളൊന്നും മേടിക്കണ്ടല്ലോ, ചോളത്തവിട് അങ്ങനത്തെ ഐറ്റം വേണ്ട. പകരം ഇത് നമ്മൾ കൊടുത്താൽ വെള്ളത്തിനൊരു കൊഴുപ്പും കിട്ടും. ഒരു 1000 രൂപയാ പൊടിക്കൊക്കെ വരുമ്പോഴല്ലേ? അത് വരും. അപ്പൊ ഒരു മാസം ഒരു 15,000 രൂപ ലാഭിക്കാം. അത് ലാഭല്ലേ? അത് ലാഭം. 500 വെച്ച് ചെലവ് വന്നു വരും. ആ ചെലവ് നമുക്ക് ഇതില് ചുരുക്കാം, നമുക്ക് സേവ് ചെയ്യാം അല്ലേ? ഫസ്റ്റ് എന്തായാലും കപ്പലണ്ടി തൊണ്ട് എല്ലാവർക്കും കൊടുത്തിരിക്കും അല്ലേ? അല്ലല്ല, അതിന് മുന്നേ എനിക്കിങ്ങനെ ഓട്സ് ചോക്കോസ് ഒക്കെ ഇല്ല, അതിങ്ങനെ ഡേറ്റ് കഴിയുമ്പോ കിട്ടാറുണ്ട്, ബിസ്ക്കറ്റ് ഒക്കെ. അത് നമ്മള് തിളപ്പിച്ചിട്ട് നമ്മള് ഈ പല്ലറ്റിന്റെ കൂടെ വെള്ളത്തിലാക്കിട്ട് കൊടുക്കാറ്. അതെല്ലേ? അതിങ്ങനെ സൂപ്പർ മാർക്കറ്റ് അവിടെ നിന്നൊക്കെ കിട്ടാറുണ്ട്. അത് കൊടുത്തിട്ട് എന്തായിരുന്നു പശുവിന് കൊണ്ടുണ്ടായിരുന്നെ? അത് പശുക്കൾക്ക് നല്ല ആരോഗ്യം, തടിയൊക്കെ വയ്ക്കാറുണ്ട്. പൈസ കുറവുണ്ടായിരുന്നു. അതും ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു. ഫ്രീ ആയിട്ട് കിട്ടി. ഈ അപ്പളും പൊടിത്തവിടൊന്നും മാറ്റിയില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അത് തിളപ്പിക്കേണ്ടതും എല്ലാം കൂടി പറ്റാണ്ടായപ്പോഴാണ് അത് ഞാൻ നിർത്തിയത്. അപ്പൊ പിന്നെ ഓട്സ് അല്ലേ തിളപ്പിക്കേണ്ട വന്നേ? അത് തിളപ്പിച്ച് കൊടുക്കണായിരുന്നു. അപ്പൊ പിന്നെ അത് നിർത്തി. പാക്കറ്റ് ആയിട്ടാണ് വരുന്നത്. അത് പാക്കറ്റുകളാ വരിക, ഈ 10 രൂപയുടെ അങ്ങനത്തെ പാക്കറ്റാ. അതപ്പൊ അമ്മ പൊട്ടിച്ചിട്ട് തിളപ്പിച്ച് വെക്കും. പിന്നെ അവിടെ നിന്ന് കൊണ്ടുവരേണ്ടതും ഇതൊക്കെ വന്നപ്പോ ഞാനത് നിർത്തി. അതിന് സമയം കൂടുതൽ വേണം, കൂടുതൽ വേണം. പിന്നെ അത് പോയിട്ട് എടുക്കണം. അപ്പൊ പിന്നെ അത് നിർത്തി. അങ്ങനെ പിന്നെ നോക്കിയപ്പോ ഇത് കിട്ടിയത്. ഇത് ആ ചേട്ടൻ ഇവിടെ പാലൊക്കെ മേടിക്കാൻ വരാറുണ്ട്. അപ്പൊ ആ ചേട്ടൻ പറയാണ് അതിനെ കത്തിച്ച് കളയാൻ പതിവെന്ന് പറഞ്ഞു. ഇത് വെറൈറ്റി സാധനല്ലേ? മിക്കവാറും പൊടികളല്ലേ കൊടുക്കുന്നേ? കപ്പലിന്റെ പൊടികളൊക്കെ ഉണ്ട്, തരികള് ഉണ്ടോ? തരികളൊക്കെ അത് കൊടുത്തു കഴിഞ്ഞാൽ പശുക്കൾക്ക് നല്ല തന്നെയാണ്. പാല് കൂടുതലുണ്ട്. എന്താ പാലിന് കൊഴുപ്പാണ്? പാല് കൂടുഞ്ഞ് തടി വെക്കും, നല്ലതാണ്. ചോളത്തവിടിന് പകരം നമ്മൾ ഇതാക്കിയത് മാത്രം. നമുക്ക് ചുമ്മാ കിട്ടുന്നത് അതിന് ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നല്ലേ? അതാകുമ്പോ അവര് കത്തിച്ച് കളയാണ് പതിവ്. അതിപ്പോ നമ്മുടെ പശുക്കൾക്കായി. ഇതെങ്ങനെയായിരുന്നു നമ്മൾ കൊടുത്തു? ഒറ്റയടിക്ക് കൊടുത്തു? അതെന്താ ചെയ്തേ പശുക്കൾക്ക്? ഇല്ല, കുറേശ്ശായിട്ട് കൊടുക്കും. അതായത് തീറ്റയുടെ കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ദഹന പ്രശ്നമൊന്നും ഇല്ല. പെല്ലറ്റ് നമ്മൾ സാധാരണ ഇങ്ങനെ ചുമ്മാ ഇട്ട് കൊടുക്കും. ഇവിടെ അമല് വേറെ രീതിക്കാ ചെയ്യണേ. എങ്ങനെയാ ചെയ്യണേ? പെല്ലറ്റ് ഞാൻ കുതിർത്തിട്ടാണ് കൊടുക്കുക. ശരിക്കും കുതിർത്തിട്ടാ കൊടുക്കണം. എന്താ പറയാ, മാവ് കുഴക്കില്ല ചെറുതായിട്ട് ഇങ്ങനെ പുട്ടിന് വേണ്ടി. നമ്മള് വെള്ളത്തിൽ കലക്കിട്ട് കൊടുക്കാറ്. എത്ര മണിക്കൂറാ ഇടും അത്? ഇതിപ്പോ കേസ് ഒക്കെ ഒരു 15 മിനിറ്റ് ഇട്ടാൽ മതിയാവും. ഇതും കൂടി മിക്സ് ആക്കിയിട്ട് വെള്ളത്തിൽ വെച്ച് കൊടുക്കും. അപ്പൊ കൂടുതലും പാല് സൊസൈറ്റിയിലല്ലേ കൊടുക്കുന്നേ? കൂടുതൽ സൊസൈറ്റിയിലാണ്. അപ്പൊ സൊസൈറ്റി കൊടുത്ത ലാഭമാണോ ശരിക്കും പറഞ്ഞാൽ? സൊസൈറ്റിയിൽ കൊടുത്ത ഒരുവിധം ലാഭം തന്നെയാണ്. നമുക്ക് സബ്സിഡി, ബോണസ് അതൊക്കെ കിട്ടുമല്ലോ. പിന്നെ കറക്റ്റ് പൈസ നമുക്ക് അക്കൗണ്ടില് 5-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും കറക്റ്റ് വീഴും. അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും. വീടുകളിലാകുമ്പോ നമുക്കത് കറക്റ്റ് ആയിട്ട് ആ ഡേറ്റിന് കിട്ടാത്ത കാരണം ഇല്ല, വീടുകളിൽ മൊത്തത്തിൽ കുറച്ചു. വീടുകളിൽ കുറച്ചിട്ട് സൊസൈറ്റിയിൽ കൂട്ടി. സാധാരണ നമ്മള് വീടുകളിൽ കൊടുക്കുമ്പോ കുറച്ചും കൂടി ലാഭം എന്ന് പറയണ കേൾക്കാം. കിട്ടും, പക്ഷെ നമുക്കത് കറക്റ്റ് ടൈമില് കിട്ടില്ലല്ലോ. നമ്മുടെ ആവശ്യത്തിനുള്ളത് കിട്ടൂല. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കറക്റ്റ് ആ ഡേറ്റിൽ കിട്ടാനും നമ്മുടെ പ്ലാനിങ്ങുകൾ മൊത്തം കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. വീട്ടിലാകുമ്പോ നമുക്കത് പ്ലാൻ ചെയ്ത പോലെ അവിടെ എത്തില്ല ചിലപ്പോ. അത് ആ സമയത്ത് കിട്ടൂല. ഇപ്പൊ മാസാവസാനം കിട്ടൂല. പിന്നെ ഓണത്തിന് കിട്ടും. പിന്നെ സൊസൈറ്റിയിൽ പാൽ അളക്കുന്നവർക്ക് അയ്യങ്കാളിന്ന് കിട്ടും 10 ലിറ്റർ വെച്ച് 100 ദിവസം അളന്നു കഴിഞ്ഞാൽ. അപ്പൊ അത് നമ്മള് കോർപ്പറേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിലേക്ക് വീഴും മാർച്ച് മാസത്തില്. എനിക്ക് തോന്നുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ അതാന്ന് തോന്നുന്നു ഇവിടെ കിട്ടുന്നുണ്ടല്ലേ? അപ്പൊ എത്ര രൂപ കിട്ടുന്നുണ്ട്?
അത് 34,500 അങ്ങനെ തോന്നുന്നുണ്ട്. ആ ഇത്രയും കിട്ടുന്നുണ്ടല്ലേ. അത് ഓരോ കൊല്ലം ഒരു കൂട്ടി കൂട്ടി കൊണ്ടിട്ടുണ്ട്. ഫസ്റ്റ് തൊട്ട് 32,000 അങ്ങനെയായിരുന്നു. ഇപ്പൊ അത് 34,000 നമ്മൾ തീറ്റ അവിടെ നിന്ന് എടുക്കണേ അല്ലേ? തീറ്റ അവിടെ നിന്ന് എടുക്കണം. അപ്പം നമ്മൾ പാലടക്കുമ്പോ അതിൽ നിന്ന് പിടിക്കുമായിരിക്കും. പാലളന്ന് എടുക്കുമ്പോ അതിൽ നിന്ന് പിടിച്ചിട്ട് ബാക്കിയുള്ള പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പൊ സൊസൈറ്റിയിൽ അടക്കുമ്പോ എത്രത്തോളം പൈസ കിട്ടും? സൊസൈറ്റിയിൽ നമുക്ക് ലിറ്ററിന് 50 രൂപ വെച്ചിട്ടാണ് അതെ കിട്ടുന്നത്. 50, ചിലടത്ത് 42, ഭയങ്കര കുറവാണ്. ഇവിടെ നല്ല ഇതാണ്, നല്ല ഇതല്ലേ, 50 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ 2 രൂപ ബോണസ് നേരിട്ട് അത് വേറെ ഉണ്ട്. പിന്നെ നമുക്ക് കോർപ്പറേഷനിൽ നിന്ന് സബ്സിഡി ആയിട്ട് വരുമല്ലോ, അതും ഇതുപോലെ 2 രൂപ അങ്ങോട്ട് വെച്ചിട്ട് അതും കിട്ടാറുണ്ട്. അപ്പൊ ഒരു 55-56 രൂപ വരെ കിട്ടുന്നുണ്ട്. എത്ര വയസ്സിലായി ഈ പശു ഫാമിന്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? അതായത് പശു വളർത്തലിന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? പശു വളർത്തൽ ചെറുപ്പം വരെ നമ്മൾ നോക്കാറുണ്ട്. ശരിക്കും ഇതിലേക്ക് ഇറങ്ങിയത് അത് ഒരു 18 വയസ്സ് ആയതോട് കൂടിയിട്ടാണ്. ഇപ്പൊ 28 വയസ്സുണ്ടല്ലേ? 10 വർഷമായി ഇതില്. 10 വർഷം കൊണ്ടാണ് ഇത്രക്ക് എത്തി നിൽക്കുന്നത്. ശരിക്കും ഇത് മടുപ്പ് തോന്നില്ല ഒറ്റയ്ക്കാവുമ്പോ? ഇത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നു ശരിക്കും? ഇല്ല, അങ്ങനെ മടുപ്പ് തോന്നിയിട്ടൊന്നുമില്ല. ഇതിനോടൊരു ഇഷ്ടമുള്ള നമ്മുടെ എന്താ പറയാ, അമലിന്റെ പ്രായത്തിലുള്ളവരൊക്കെ ഇങ്ങനെ വേറെ ജോലിക്കും പോയി അവരിങ്ങനെ ഫുൾ ടൈം കറങ്ങി നടക്കലൊന്നും ഇല്ല, അങ്ങനെ പോവാറൊന്നുമില്ല. ഇവരോടുള്ള ഒരു താല്പര്യം കാര്യം ഇവരെ നോക്കി ഇങ്ങനെ പോണു. ഓക്കെ, അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങി, ആ ഒരു സന്തോഷം അല്ലേ? സന്തോഷം. സ്വന്തമായിട്ട് ഇത്രക്ക് എത്തിയല്ലോ. 10 കൊല്ലം കൊണ്ട് നമ്മൾ ഇത്രക്ക് എത്തി. അതിന്റെ സന്തോഷം. ഒരു എന്താ പറയാ, സ്ഥലം വാങ്ങിച്ച്, അത് തന്നെ വലിയ കാര്യ. 11.5 സെന്റ് മേടിച്ചു. 11.5 സെന്റോ? നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്? നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട്. കാരണം ഞാൻ നമ്മൾ സംസാരിച്ചതിന് ഇടയ്ക്ക് പറഞ്ഞു. അപ്പൊ എന്തൊക്കെ നഷ്ടങ്ങൾ ശരിക്കും ഇവിടെ കൊച്ചിന് വന്നിട്ടുണ്ട്? നഷ്ടം നമുക്ക് കുളമ്പ് രോഗത്തിന്റെ സമയത്തൊക്കെ ചത്തുപോയിട്ടുണ്ട്. 2-3 പശുവൊക്കെ ചത്തുപോയിട്ടുണ്ട്. പിന്നെ വീടിന്റെ അവിടെ ഉള്ളപ്പൊക്കെ ഓരോന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാവാറുണ്ട്. അവിടെ സ്ഥലത്തിറക്കിയതെല്ലാം പറയാറ്. ഈ കാണുന്ന ബാഗിലാണ് മോൻ പാല് കൊണ്ടുപോണേ. നമുക്ക് പലർക്കും നാണക്കേടായിരിക്കും ചാണകം വരെ അല്ലെ ഇതുപോലത്തെ സഞ്ചി പിടിച്ചു പോകുന്നു. പക്ഷെ ഒരു നാണക്കേടും ഇല്ലല്ലേ? ഇല്ല, നാണക്കേട് നോക്കിട്ട് കാര്യമില്ല. അങ്ങനത്തെ വിഷയമൊന്നുമില്ല. നമ്മളെല്ലാതും നാണക്കേട് വിചാരിച്ച നമ്മുടെ വരുമാനമാണ് ഇത്. വരുമാനാണ്. ഞങ്ങളിവിടെ ഫുൾ ടൈം പണിയായിരുന്നു, ചാണകം വരല്, പശുവിനെ കുളിപ്പിക്കല്, പണി തന്നെയാണ്. എല്ലാം നമ്മൾ ഒറ്റയ്ക്കാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു തിരക്ക് ഉണ്ട് കുറച്ച്, എന്നാലും കുഴപ്പമില്ല. ഇത് എത്ര എണ്ണം ഉണ്ട് ശരിക്കും പറഞ്ഞ? അതൊരു 10-25 ഉപ്പിണ്ട്. തന്നെയാണ് ഇത് പാക്ക് ചെയ്യുന്നത്? അത് അമ്മ കഴുകി തരും. പിന്നെ ഞാൻ തന്നെ ഇവിടെ കറന്ന് ആക്കിയിട്ട് വീടുകളിൽ കൊടുക്കും. ശരിക്കും പറഞ്ഞ ഒരു പശു ഫാമിലി എല്ലാരും കൂടെ കൂട്ടായി ചെയ്താൽ ഇനി അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ നമുക്ക് വീട്ടിലെ ആൾക്കാർ കുറവാണ്. പിന്നെ അമ്മയെ കൊണ്ട് പിന്നെ ഞാൻ ചെയ്യിക്കാറില്ല. അടിപൊളി. ഇപ്പൊ വല്ല വീട്ടിലെ തട്ട് കിട്ടിയ പിന്നെ ആൾക്ക് വയ്യാണ്ടായ പിന്നെ ആളെയും നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാതും ഇവിടെ ഇതാവല്ലോ. സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? രാവിലെ ഒരു 5:30 കഴിയുമ്പോഴാണ് വരും. അങ്ങനെ സൊസൈറ്റിയിലുള്ളത് ഞാൻ ആദ്യം 4 എണ്ണത്തിന് കറന്നിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്? അങ്ങനെ കൊടുക്കാറ്. അതെല്ലേ? അത് നേരത്തെ എത്തിക്കണം അവർക്ക്. എത്ര മണിക്ക് അവിടെ കൊടുക്കുന്നത് ശരിക്കും? അവിടെ 6:15. അതെല്ലേ? ഞാൻ അവിടെ എത്തുമ്പോ 6 കഴിയാറുണ്ട് കറന്ന് വരുമ്പോഴേക്ക്. അതെ. അപ്പോ അവിടെ കൊടുക്കും. അത് കഴിഞ്ഞൊന്ന് വിറ്റപ്പോ ചായ കുടിച്ചിട്ട് പിന്നെ വന്നിട്ട് വീടുകളിലേക്ക് ഉള്ളത് കറക്കുക, പിന്നെ അവർക്കുള്ള തീറ്റ കൊടുക്കുക, അതൊക്കെ തന്നെ. അത് കഴിയുമ്പോ ഉച്ചയായി. പിന്നെ ഉച്ചക്ക് സൊസൈറ്റിക്ക് കൊടുക്കാറായി. അതെല്ലേ? വീടുകളിലപ്പോ ഇപ്പൊ കൊടുക്കണേ? അപ്പൊ വീടുകളിൽ ഒരു 10-11 മണിക്കാവാറുണ്ട്. അതെല്ല? അപ്പൊ വൈകിട്ടത്തേക്കാണ് അവർക്ക് അവര് ഉച്ച തിരിഞ്ഞിട്ട് എടുക്കും. അത് ഇവിടെ എരുമ നിപ്പുണ്ട്. ആടെ ഞങ്ങൾ വന്നപ്പോ വണ്ടിയുടെ നടുക്ക് കയറി നിൽക്കുക, ഞങ്ങൾ വിടുന്നില്ല. അവള് പാവാണോ? പാവാണ്, ശല്യൊന്നുമില്ല. ഇതിപ്പോ എത്ര നാളെ കൊണ്ടുവന്നിട്ട്? ഇതിപ്പോ കുറച്ചാളായിണ്ട്. അതെയാ? നമ്മളത് അമലിനോട് കുഴപ്പമില്ല അല്ലേ? ഇല്ല. ഓക്കെ. ഇതിപ്പോ കറക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ചൈനയാണ് ആള്. 5 മാസം ചൈനയാണ്. മുറയല്ല തോന്നുന്നത്? മുറയല്ല. ഇതിപ്പോ ആദ്യമായിട്ട് വളർത്തുന്നതാണ് ഇതിന് ഇങ്ങനെ? അല്ല, എരുമകൾ ഉണ്ടാവാറുണ്ട്. എരുമ ഉണ്ടാവാറുണ്ട്. എരുമയും ഒരു വീക്ക്നെസ് ആയിരുന്നു. അതെയോ? ഇനി മുന്നേക്ക് ഉണ്ടായിരുന്നു? മുൻപൊക്കെ എങ്ങനെയും 1-2 എരുമ നിർത്താറുണ്ട്. പിന്നെ അതുങ്ങൾ എന്താ പിന്നെ വിറ്റേ? അത് ഒരെണ്ണത്തിന് ഇതുപോലെ ചൈന പിടിക്കാണ്ട് ഞാൻ കൊറേ നാള് നോക്കി. പിന്നെ ഞാൻ നോക്കിയപ്പോ ശരിയാവില്ല. അപ്പൊ പിന്നെ അതിനെ കൊടുത്തു.
ഇതിന് മാത്രം. പാല് ഡിമാൻഡ് ഉണ്ട് ഇവിടെ? എങ്ങനെയാ? എരുമപ്പാലിന് അത്യാവശ്യം സെപ്പറേറ്റ് വാങ്ങുവാണ് നമ്മള്? 100 സെപ്പറേറ്റ്, കുറച്ചാളൊക്കെ ഒരു മേടിക്കുള്ളൂ. അതെ അതെ അതെ. പിന്നെ നമ്മൾ പശുമ്പാലിൽ മിക്സ് ചെയ്താൽ നല്ല കൊഴുപ്പ് കിട്ടാൻ. അതെല്ലേ, ഓക്കെ, അടിപൊളി. അപ്പൊ എല്ലാം പരീക്ഷിച്ചിട്ടുണ്ട്. ഇവർക്കും അത് തന്നെയാണ് തീറ്റ? പശുവിന് കൊടുക്കുന്നത് ഇത് തന്നെയാണ് തീറ്റ കൊടുക്കുന്നത്. പല്ലറ്റ് അതൊന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ചെറിയൊരു വിലയുണ്ട്. ഞങ്ങൾ വന്നപ്പോ ആള് പിടിച്ച് അവിടെ ഫ്രണ്ട് ഇവിടെ കയറി നിൽക്കുവായിരുന്നു. ഇത് നമ്മൾ ചന്തയിൽ നിന്ന് എടുത്താണ് ഇവിടെ? ഇത് നമ്മൾ ചന്തയിൽ എടുത്തായിരുന്നു. ഓക്കെ ഓക്കെ. കൊമ്പൊക്കെ അടിപൊളി സൂപ്പർ ആയിട്ടോ, വളഞ്ഞ് അത്യാവശ്യം ആളുണ്ട് അല്ലേ? ആളുണ്ട്. പിന്നെ മുൻപത്തെ ആള് ഇതിനോട്ട് സൂപ്പർ ആയിരുന്നു. അതെയാ? അതെയാ? അതിന്റെ കാര്യമാണ് പറഞ്ഞത്. കണ്ണിന് പ്രത്യേകത, വെള്ളാരം കണ്ണ്. നടന്നു വരുമ്പോ ഒരു ആന വരുന്ന രസമായിരുന്നു കാണാൻ. പക്ഷെ ഇത് ചെന പിടിച്ചില്ല. അത് അതൊക്കെ പ്രസവിക്കാൻ ഒരു 10 ലിറ്റർ മേലെ കിട്ടുമായിരുന്നു. അതെയാ? അത്ര നല്ല എരുമയായിരുന്നു. ഇത് എത്രാമത്തെ പ്രസവങ്ങള്? ഇതിപ്പോ ഒരു 3 കഴിഞ്ഞു. 3 അപ്പൊ അത് എത്ര ലിറ്റർ പാലുൽപാദനം ഉണ്ടായിരുന്നു? ഇതിനൊരു 8 ലിറ്ററിന്റെ അടുത്ത് വന്നപ്പോ മുതൽ തുടങ്ങിയതാ. ഇവിടെ ഇപ്പൊ അമല ആട് വളർത്തുന്നുണ്ട്. ഇവിടെ എത്ര ആടുണ്ട് ശരിക്കും? 4 ഉള്ളൂ. ഇതിപ്പോ സിരോഹി അല്ലേ? ഇത് മുട്ടനാ. ഇതിപ്പോ എത്ര നാളെങ്കിലും വളർത്താൻ തുടങ്ങിട്ട്? ഇത് ആയോടാ സ്നേഹമാണ്. സാധാരണ പിടിച്ച് ഇടിക്കാറുള്ളൂ. ഇതിരിക്കാത്ത പ്രശ്നമൊന്നുമില്ല. അതെ, ഓക്കെ. അതെ, കെട്ടിടാറില്ല. ഓക്കെ ഓക്കെ. അപ്പൊ കുട്ടികളൊന്നും ഇല്ലേ ഇത് നിന്റെ? ഇതിന്റെ കുട്ടികളാണ് ആ 2 ആള്. ഈ 2 ആളല്ലേ? ആഗ്രഹത്തിൽ നിർത്തിയിട്ടില്ല. എല്ലാം അതല്ലേ? അതിനെ കൊറേ പേര് ചോദിച്ചതായിരുന്നു. പെറ്റായിട്ട് നിർത്തിയേക്കുന്നതാണ്. അതല്ലേ? ആളും ഭയങ്കര സ്നേഹം. അതെ, ഇവിടെ ഒരാള് ഞങ്ങള് വന്നപ്പോഴേ അവിടെ വന്നു ആരാ വന്നേ നോക്കി. അതിങ്ങനെ പിന്നാലെ നിക്കും. വണ്ടിമേക്ക് കേറി വണ്ടിമേ കേറിക്കാനാണ് വരുന്നത്. വണ്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേറി നിക്കും. താക്കോല് ഇവര് 2 ആൾക്കും പണിയതാ. താക്കോല് എടുത്തോണ്ട് പോവാ. അതിന് കിച്ചയിലൊക്കെ കണ്ടറിയാ, ആകെ കടിച്ച് അവര് ഇതാക്കിട്ട് എവിടെയെങ്കിലും കൊണ്ടുവിടും. അതെല്ലേ? പിന്നെ നമ്മള് തപ്പഴം പോണം. പിന്നെ തപ്പി നടക്കണം. ചിലപ്പോ സമയമില്ലാത്ത നേരത്ത് പോവാൻ നോക്കുമ്പോഴും താക്കോല് കാണില്ല. കുട്ടികളല്ലേ, അപ്പൊ അതിന്റെ ഒരു രസമില്ലേ? ആ പശുമാൻ പണിതിന് ശേഷമാണ് ഇത് പണിത്. ഈ ഒരു കൂട് ഇത് എന്റെ വീട്ടിലായിരുന്നു. വീട്ടിലന്നൊരു 10-20 ആടുണ്ടായിരുന്നു. 20 ആടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ചത്തുപോയി തുടങ്ങിയപ്പോഴേ ഇങ്ങനെ വയറ്റിലൊക്കെ വെള്ളം കിട്ടി പോലെ ഇങ്ങനെ അസുഖം ചത്തുപോയി. അപ്പൊ പിന്നെ ഞാൻ ആട് നിർത്തി. അങ്ങനെ മതിയായി ആടിന്റെ ഒക്കെ ചത്ത് കാണുമ്പോഴേ കുട്ടികൾ, ചെറിയ കുട്ടികൾ അങ്ങനെ നിർത്തിയിട്ട് പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇതിനെ മേടിച്ചത്. ഇവിടെ അടുത്തുനിന്ന് മേടിച്ചതാണ്. അതൊരാള് ഇതുപോലെ നോക്കാൻ കൽപ്പിച്ചിട്ട് അവര് മര്യാദക്ക് നോക്കാണ്ട് ഇതിന്റെ കൂടുള്ളതൊക്കെ ചത്തുപോയി. അപ്പൊ ആള് പറഞ്ഞു ഇതിനെ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു കൂടെ മുട്ടൻകുട്ടിയായിരുന്നു, ചെറുതായിരുന്നു. അത് വലുതായി കൊടുത്തു. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചെറുപ്പക്കാരന്റെ അമലിന്റെ പശു വളർത്തലാണ്. ഇതോടെ നിങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.